കോൺഗ്രസിന്റെ സീറ്റ് 40 കടക്കാൻ താൻ പ്രാർത്ഥിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് കാലഹരണപ്പെട്ടു. നെഹ്റുവിനെ അന്ധമായി പിന്തുടരുകയാണ് അവരിപ്പോഴും. നെഹ്റു എല്ലാത്തരം സംവരണത്തിനും എതിരായിരുന്നു. BR അംബേദ്കർക്ക് ഭാരതരത്നം കൊടുക്കാൻ കോൺഗ്രസ് ഭരണകൂടങ്ങൾ തയ്യാറായില്ല. കോൺഗ്രസ് ജാതി സംവരണവും OBC രാഷ്ട്രീയവും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിന്നാക്ക ദളിത് വിരുദ്ധ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന മോദിയുടെ നേരിട്ടുള്ള കടന്നാക്രമണം. BJPക്ക് 370 സീറ്റും NDAക്ക് 400 സീറ്റുമാണ് മോദി അവകാശപ്പെടുന്നത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഉറപ്പിച്ചോ മോദി 3.0? നരേന്ദ്രമോദിയുടെ കണക്കുകൾക്ക് പിന്നിൽ എന്ത്? കോൺഗ്രസ് 40 കടക്കില്ലേ? BJP പിന്നാക്ക വോട്ട് ഉറപ്പിച്ചോ? ഈ ചർച്ചയിൽ ശ്രീ B ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ഡോക്ടർ G ഗോപകുമാർ നിരീക്ഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷകൻ എന്നിവർ. इन लोगों की मर्यादा इतनी है, अब इन्होंने अपने युवराज को एक स्टार्टअप बना करके दिया है. अभी वो नॉन स्टार्टर है. न तो लीक हो रहा है न वो लॉन्च हो रहा है. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ B ഗോപാലകൃഷ്ണൻ, ഞങ്ങൾക്ക് 400ഉം കോൺഗ്രസിന് 40 കടക്കാൻ പ്രാർത്ഥിക്കാം എന്നുമാണ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മോദി 3.0. ശ്രീ ഗോപാലകൃഷ്ണൻ ബൈബിൾ കഥകൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊരു ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും കഥയുണ്ട്. ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ ആരാരും തോൽപ്പിക്കാൻ കഴിയാത്ത ഭീമാകാരനായ ഒരാളാണ്. അയാളെ തോൽപ്പിക്കാൻ വേണ്ടി വന്നത് ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു പയ്യനാണ്. അപ്പം ഈ ദാവീദിനെ സംബന്ധിച്ച് അയാളൊരു ന്യൂ കമറാണ്. അതേസമയം ഗോലിയാത്തിനെ ഇയാൾ ആരാണ് എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇയാളെ കാണാൻ പോലും പറ്റുന്നില്ല. ഒടുവിൽ ഒരു കല്ലുകൊണ്ട്, കവണയിൽ തൊടുത്ത ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തുന്നതാണ് ഈ കഥയുടെ സാരം. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വലുപ്പം കൊണ്ട് എതിരാളിയെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അമിത ആത്മവിശ്വാസം ചതിക്കാം എന്നുള്ളത് ഉണ്ട്. എവരി ഗോലിയാത്ത് ഹാസ് എ ഡേവിഡ് എന്നാണ് പൊതുവെ ഇംഗ്ലീഷിൽ പറയാറും. ഇതൊക്കെ മോദിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മോദിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദാവീദ് ആരാണ്, ഗോലിയാത്ത് ആരാന്നുള്ളത് ഇവിടെ ഗോപകുമാർ സാറൊക്കെ ഉണ്ടല്ലോ. പൊളിറ്റിക്കൽ അനാലിസിസ് നടക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമാണ്. 60 വർഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ 60 വർഷം ഭാരതം ഭരിച്ചത് ആര്? അവരാണ് ഗോലിയാത്ത്. അവരാണ് രാക്ഷസീയമായി ഈ ഇന്ത്യയെ തകർക്കാൻ എല്ലാ അർത്ഥതലങ്ങളിലും കൂട്ടുനിന്നവർ. അവരെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അവരെ ജനങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായി അറിയുന്നു. അപ്പോൾ 40 കൊല്ലം ഭാരതത്തിലെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിരുന്ന ആളല്ലേ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയല്ലേ വാസ്തവത്തിൽ ദാവീദിൻ്റെ പാർട്ടി എന്ന് വേണ്ടേ ചിന്തിക്കാൻ? കേവലം 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെ അപമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ശരീരനായ അടൽ ബിഹാരി വാജ്പേയിയുടെ മനോഹരമായ പ്രസംഗം യൂട്യൂബിലുണ്ട്. ഇന്ന് നിങ്ങൾ അപമാനിക്കുന്നു, പക്ഷേ ഈ പാർലമെൻറ്റിൽ ഈ 2 സീറ്റിലിരിക്കുന്ന ഞങ്ങൾ ഭൂരിപക്ഷത്തിരിക്കും. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നുണ്ടെങ്കിൽ താമര വിരിയും. ആ താമര കൊണ്ട് പാർലമെൻറ്റിൽ സുഗന്ധം വിരിയും. യാതൊരു സംശയവുമില്ല, പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നേടും. വാസ്തവത്തിൽ അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ ആ പ്രവചനം, അല്ലെങ്കിൽ വാജ്പേയിയുടെ ആ പ്രവചനം, അന്നത്തെ വാജ്പേയിയുടെ പ്രസംഗം, അതാണ് വാസ്തവത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാരതത്തിലെ ജനങ്ങളത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എന്താ കാരണം? ഞാൻ 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്താ കാരണം? കാരണം ഭാരതത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഭാരതത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ OBCയുടെ സമ്പ്രദായം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. റിസർവേഷൻ വേണമെന്ന് വാദിക്കുന്നു. പക്ഷേ ഈ റിസർവേഷന് ഈ കോൺഗ്രസ് എതിരായിരുന്നു. അതും ഈ മോദി എന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ലെറ്റർ അടക്കമെടുത്ത് വെച്ചിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്ത് മോദി ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ഭാരതത്തിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, പ്രമുഖരായിട്ടുള്ള ആളുകൾ, ആ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ കുടുംബം
ഇപ്പോൾ പട്ടേലിൻ്റെ കുടുംബവും നെഹ്റുവിൻ്റെ കുടുംബവും അതേപോലെ ഗാന്ധിജിയുടെ കുടുംബവും രാജഗോപാലാചാര്യയുടെ കുടുംബമൊക്കെ രാജേന്ദ്ര പ്രസാദിൻ്റെ കുടുംബമൊക്കെ എടുത്താൽ ഒരു കുടുംബം മാത്രമാണ് 60 കൊല്ലം അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും ഈ ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ബാക്കിയുള്ള ആളുകൾ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് സഫർ ചെയ്യാതിരുന്നവരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, 1967 ശേഷം തമിഴ്നാട് പൂർണ്ണമായും കോൺഗ്രസിനെ കൈവിട്ടു. 90 ശേഷം UP കൈവിട്ടു. 90 ശേഷം ബീഹാർ കൈവിട്ടു. 91 ശേഷം ബംഗാൾ കൈവിട്ടു. അങ്ങനെ ബീഹാർ, തമിഴ്നാട്, UP, ബംഗാൾ, ഒറീസ, ആന്ധ്ര, ജാർഖണ്ഡ്, ഗുജറാത്ത് ഇത്രയും 8 സംസ്ഥാനങ്ങളിലൂടെ ഏതാണ്ട് 286 സീറ്റുണ്ട്. ആ സീറ്റിൽ 13 സീറ്റാണ് ഇന്ന് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത്. ഈ ഭാരതത്തിലെ ജനങ്ങൾ BJPക്ക് തരുന്ന അംഗീകാരത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണയെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതിനടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വിജയം ഞങ്ങൾ സുനിശ്ചിതമാക്കുന്നത്. ശരി, ഓക്കെ. ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഇപ്പോൾ മോദി 3.0യെ കുറിച്ചാണ് നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണെങ്കിലും ഇലക്ഷന്റെ ഫലശ്രുതിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല, ഞങ്ങളുടെ 3ാം ടേമിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് അനായാസം പറയാൻ വണ്ണമുള്ള കോൺഫിഡൻസ് BJPയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്താൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഡൺ ഡീലാണ്, ഇത് BJPക്ക് ഒരു കേക്ക് വാക്കാണ് എന്ന് ഒരു സെഫോളജിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആ പഠനം നടത്തിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ? അമിത വിശ്വാസം പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ആ അമിത വിശ്വാസം വളരെയധികം കാണാനുണ്ടായിരുന്നു. സാഹചര്യം നമുക്കറിയാം, രാഷ്ട്രീയത്തിനൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിനനുസരിച്ച് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഇപ്പോഴത്തെ സന്ദർഭം BJPക്ക് വളരെ അനുകൂലമാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷത്തിൻ്റെ ദുർബലതയാണ്. ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അത് പോകുന്ന വഴിയിൽ തന്നെ പലയിടത്തും തകർന്ന കാഴ്ച. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് പ്രതിപക്ഷത്തിൻ്റെ സഖ്യത്തിലുണ്ടായത് മറുവശത്ത് കൂടുതൽ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ BJPക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞു. മാത്രമല്ല, ഭരണത്തിലിരിക്കുമ്പോഴുണ്ടാകുന്ന പല ആനുകൂല്യങ്ങൾ, ഉദാഹരണമായി ഫോക്കസ് ചെയ്യാവുന്ന കാര്യങ്ങൾ, അത് സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും അതല്ല ക്ഷേമ പദ്ധതികളുടെ കാര്യമാണെങ്കിലും, പിന്നെ തീർച്ചയായിട്ടും ജനുവരിയിലുണ്ടായ അയോധ്യ ക്ഷേത്ര നിർമ്മാണം, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രാജ്യമൊട്ടുക്ക് BJPക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ മുന്നോട്ട് പോയി. എല്ലാ സംസ്ഥാനങ്ങളും ആണെന്ന് പറയുന്നില്ല, തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും കോൺഗ്രസ്സിന് ശക്തിയുള്ള മേഖലകളുണ്ട്. അത്തരം മേഖലകൾ ഉള്ള പോക്കറ്റുകളുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പരാജയമാണ്, ഇല്ലെങ്കിൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുമിച്ച് നിൽക്കാത്തതാണ് BJPക്ക് ഇത്രയും അമിത വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും അത് BJPയുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പോ ഒരു 2 ആഴ്ച മുമ്പോ നടക്കുന്നൊരു സംഭവം പോലും ജനങ്ങളുടെ മനഃശാസ്ത്രം മാറ്റിയെടുക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മനഃശാസ്ത്രത്തിൽ അത് ഒരുപാട് വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതുവരെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ശരിയല്ല. ആത്മവിശ്വാസം വേണം, പക്ഷേ അത് അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകരുത്. ഇതിനിടയ്ക്ക് വരാൻ പോകുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചയിൽ എടുക്കാം. തീർച്ചയായും. പക്ഷേ KP നൗഷാദ് അലി, കോൺഗ്രസ് 40 കടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സംഖ്യ ചരിത്രത്തിലെ ഏറ്റവും ശുഷ്കമായ നിലയിലായിരുന്നു. 10% സീറ്റ്, പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാനുള്ള 10% സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയില്ല. അതിനേക്കാൾ ദയനീയമായിരിക്കും ഇത്തവണ എന്ന് പാർലമെന്റിൽ നിങ്ങളുടെ നേതാക്കളുടെ MP-മാരുടെ മുഖത്ത് നോക്കി പറയാനുള്ള കോൺഫിഡൻസ് നരേന്ദ്രമോദിക്ക് ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? നൗഷാദ് അലി കേൾക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കണക്ഷനിൽ എന്തോ പ്രശ്നമുണ്ട്. അത് കട്ട് ചെയ്ത് അത് ശരിയാക്കിയതിന് ശേഷം ഞാൻ വരാം. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായും നമ്മൾ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വലിയ റട്ടറിക്കുകൾ കേൾക്കാറുണ്ട്. എല്ലാ പാർട്ടിയുടെ നേതാക്കൾ ഞങ്ങൾ ജയിക്കും, തൂത്തുവാരും, വലിയ ഭൂരിപക്ഷം നേടും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കേവല അവകാശവാദത്തിനപ്പുറത്ത് നമ്പർ, ഇപ്പോൾ ഞങ്ങൾക്ക് 303 സീറ്റുള്ളത് അത് 370 ആവും, 405 സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടാകും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നരേന്ദ്രമോദിക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നു? എന്ന് മാത്രമല്ല, അതത്ര റിയലിസ്റ്റിക് ആണോ? BJPയെ സംബന്ധിച്ച് BJP വലിയ വിജയം നേടാൻ സാധ്യതയുള്ള മേഖലകളുണ്ട്. പക്ഷേ ഒരു പാൻ ഇന്ത്യൻ സിറ്റുവേഷൻ എടുത്താൽ എല്ലായിടത്തും അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൽ അവർക്ക് 1 സീറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ് അവസ്ഥ. തമിഴ്നാട്ടിൽ സമാനമാണ് സാഹചര്യം. അങ്ങനെ ഇപ്പോൾ തെലങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുണ്ട്.
BJP സംബന്ധിച്ച് BJPയുടെ കേന്ദ്രങ്ങളിൽ വലിയ ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത അത്ര എളുപ്പമാണെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അമിത ആത്മവിശ്വാസം പലപ്പോഴും അഭിലാഷ് തന്നെ സൂചിപ്പിച്ച ദാവീദ് ഗോലിയാത്ത് കഥയുടെ ഔട്ട്കം ആയിരിക്കും ഉണ്ടാകുക. അമിത ആത്മവിശ്വാസം. ഗോലിയാത്തിന് വളരെ വലിയ കോൺഫിഡൻസ് ആയിരുന്നു, വളരെ വലിയ ശരീരം, മഹാമല്ലനായ ഫെലിസ്തീനായ ഗോലിയാത്ത്. അതിനെതിരെ ദാവീദ് വെറും ചെറിയ കൃശഗാത്രനായ ഒരു വെറും ചെറുപ്പക്കാരൻ മാത്രം. പക്ഷേ അവിടെ ആ ഒരു റിസൾട്ടാണ് പറയുന്നത്. ഇത് 2004 സംഭവിച്ചു. ഇന്ത്യ തിളങ്ങുന്നു എന്ന വളരെ വലിയ പ്രചരണത്തോടുകൂടി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ 13 ദിവസത്തെ സർക്കാർ, പിന്നീട് 13 മാസത്തെ സർക്കാർ, പിന്നീട് 5 വർഷം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, അത് വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടിയല്ല, NDA സർക്കാർ. ആ ഒരു സർക്കാർ വികസനമായിരുന്നു. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ രാമക്ഷേത്രമായിരുന്നില്ല, അവിടെ വിഷയം വികസനമായിരുന്നു. അപ്പോൾ അവിടെ കാലിടറിയ നമ്മൾ കണ്ടു. UPA 1 മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം വീണ്ടും ഒരു 5 വർഷം മൻമോഹൻ സിംഗ് വീണ്ടും ഭരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നമ്പറൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് 370 സീറ്റ് ലഭിക്കും, 400 സീറ്റ് കടക്കും NDA. കോൺഗ്രസ് ആയ കാലത്ത് ഏറ്റവും പ്രതാപകാലത്ത് 1984 നേടിയ 414 എന്ന മാജിക് നമ്പർ കടക്കും എന്നെല്ലാം പറയുന്നത് തീർച്ചയായും അത് പറയേണ്ടത് തന്നെയാണ്. ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഭരണകക്ഷിയും അതിൻ്റെ നേതാവും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ പറയേണ്ടത്. പക്ഷേ ഇനി റിയാലിറ്റി ടെസ്റ്റിലേക്ക് നോക്കുക. ഇവിടെ ഒരുപാട് സിംബോളിക്. ശ്രീ നരേന്ദ്രമോദി നല്ല ഉജ്ജ്വലനായ വാഗ്മിയാണ്, നല്ല പോലെ സദസ്സിനോട് സംവദിക്കാൻ അറിയാവുന്നതാണ്, വലിയ ക്രൗഡിനോട് സംസാരിക്കാൻ അറിയാവുന്നയാളാണ്, പാർലമെൻറ്റ് അംഗങ്ങളോട് വളരെ സമർത്ഥമായിട്ട് സംസാരിക്കാൻ കഴിയുന്നയാളാണ്. അങ്ങനെയുള്ള ഇതാ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ, ഇതൊരു തരം ഈ പോൾ വോൾട്ടിന് വേണ്ടിയോ ഹൈ ജമ്പിന് വേണ്ടിയോ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന പോലെയാണ്. ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു 370. നിങ്ങൾക്കത് മറികടന്ന് ഞങ്ങൾ അതിനോടാണ് മത്സരിക്കുന്നത്, നിങ്ങളോടല്ല മത്സരിക്കുന്നത്, മറിച്ച് 370 നേടാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ വലിയ ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്പേഴ്സാണ്. 100 ദിവസത്തിനുള്ളിൽ എൻ്റെ സർക്കാർ അധികാരത്തിൽ വരും. 100 മിനിറ്റ് എടുത്ത പ്രസംഗത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 400 സീറ്റ് നേടും. ഇതെല്ലാം പറയുന്നത് പ്രതിപക്ഷത്തെ ആത്മവിശ്വാസം ദുർബലപ്പെടുത്തി പ്രതിപക്ഷത്തെ വളരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് പാരലായി. ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഞാനിത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാമക്ഷേത്രം മാത്രമല്ല, വികസന ഫോർമുലയുണ്ട്, നാരീശക്തി, യൂത്ത് പവർ, അതുപോലെ കർഷക ശക്തി, അടിസ്ഥാന വർഗത്തിൻ്റെ ശക്തി എന്നെല്ലാം പറയുകയും INDA മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്ന ജാതി സെൻസസ് ആദ്യം തന്നെ പൊലിഞ്ഞുപോയി. കാരണം നിതീഷ് കുമാർ വെളിയിൽ പോയപ്പോൾ അത് ജാതി സെൻസസിൻ്റെ കുന്തമുനയാണ് ഒടിയുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കിയതിന് ശേഷം ഇങ്ങനെ ചില നമ്പേഴ്സ് ഗെയിമിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താം എന്നതാണ്. ശരി, ആത്മവിശ്വാസത്തെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നോക്കൂ ശ്രീ KP നൗഷാദ്, ഞങ്ങൾ കോൺഗ്രസിനോടോ ഇന്ത്യ സഖ്യത്തോടോ ഒന്നും അല്ല മത്സരിക്കുന്നത്, മറിച്ച് ഞങ്ങൾ ഈ നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ആ നമ്പറിലേക്ക് എത്താനാണ് മത്സരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ, നമുക്കറിയാം പാർലമെന്റിന്റെ ഈ സെഷനോട് കൂടി കഴിയാണ്, ഇനി നമ്മൾ ഇലക്ഷനിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ അവസാനത്തെ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട് എന്ന ഒന്നാമത്തെ കാര്യം. 2, കോൺഗ്രസ് അപ്രസക്തമായി എന്ന പ്രഖ്യാപനം. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ വളരെ കൗതുകകരമായിരിക്കും. കാരണം ഇതുപോലെ 400 കടന്ന വലിയ വിജയം ഏറ്റവും ഒടുവിലുണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന, ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള സഹതാപ തരംഗത്തിൽ 1984 കോൺഗ്രസ് നേടിയിട്ടുള്ള 414 സീറ്റിന്റെ കഥ, അങ്ങനെയുള്ള സഹതാപത്തിന്റെയോ മറ്റും അന്തരീക്ഷമില്ലാതെ രാഷ്ട്രീയമായി നേടാം എന്നൊരു ആത്മവിശ്വാസം ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? അഭിലാഷ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാനുള്ള അവകാശമൊക്കെ ആളുകൾക്കുണ്ട്, അതവർ ചെയ്തോട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഞാൻ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്നൊരു കാര്യം, കോൺഗ്രസ് പാർട്ടി കാലഹരണപ്പെട്ടു, നെഹ്റു സംവരണത്തിനെതിരാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ആരൊക്കെയോ ഫീഡ് ചെയ്തു കൊടുക്കുന്ന ചില വിവരങ്ങൾ കൂടി അദ്ദേഹം ആ പ്രസംഗ മധ്യേ പറഞ്ഞിട്ടുണ്ട്.
സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു നാസിസ്റ്റ് മനോവാദി അതോറിറ്റേറിയനിസം സ്വപ്നം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കാലഹരണപ്പെടേണ്ടത് അവരുടെ ആവശ്യമാണ്, ആ ഒരു ആഗ്രഹമാണ് അവർ ആവർത്തിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഇത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രവും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും തമ്മിലുള്ളൊരു താരതമ്യത്തിനു കൂടി ഇത് ഉതകേണ്ടതുണ്ട് എന്നെനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടെ ഗോൾവൾക്കറിനെയൊക്കെ നെഞ്ചത്തേറ്റി നടക്കുന്ന ആളുകളാണിവർ. ഗോൾവൾക്കറെ ഇവിടെ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറഞ്ഞ സംവരണവുമായി ബന്ധപ്പെട്ട് SC ST OBC സംവരണത്തിനെ ഏറ്റവും അധികം എതിർത്തയാൾ ഗോൾവൾക്കറായിരുന്നു. ഫെഡറൽ വ്യവസ്ഥിതിയെ എതിർത്തയാൾ ഗോൾവൾക്കറായിരുന്നു. ഇവിടെ ഹിന്ദിയും സംസ്കൃതവുമാകണം നമ്മുടെ ഔദ്യോഗിക മുഖമുദ്ര എന്ന് വാദിച്ചത് ഗോൾവൾക്കറായിരുന്നു. 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി അവസാനത്തെ യോഗം ചേർന്ന് ഭരണഘടന സമ്പൂർണ്ണമായി എന്ന് പ്രഖ്യാപിച്ച് 4 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയ ഓർഗനൈസറിൻ്റെ മുഖപ്രസംഗത്തിൽ മനുസ്മൃതിയെക്കുറിച്ചുള്ള വലിയ വിലാപങ്ങളായിരുന്നു. അത് അവഗണിച്ച ഭരണഘടനാ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞ് വലിയ പരിഹാസമായിരുന്നു അവരെ നിരത്തിയത്. ഈ ഗോൾവൾക്കറും ഇവരുടെ പ്രത്യയശാസ്ത്രവും നമ്മുടെ ദേശീയ പതാകക്കെതിരായിരുന്നു, ദേശീയ ഗാനത്തിനെതിരായിരുന്നു. ഇവിടെയുള്ള സിഖുകാരെയും ബുദ്ധമതക്കാരെയും പോലും കമ്മ്യൂണൽ എന്ന് വിശേഷിപ്പിച്ചവരായിരുന്നു. ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ആഭ്യന്തര ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ചവരായിരുന്നു. ഇവിടെയുള്ള ഈ കമ്മ്യൂണൽ എന്ന പദാവലിക്കകത്ത് സംസ്കാരമുള്ള ആളുകളെ കൂട്ടിച്ചേർത്തവരായിരുന്നു. ശരിയാണ്. ഇപ്പൊ RSSന് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ട് എന്ന് കരുതി അവരൊരു രാഷ്ട്രീയ രൂപമാകുമ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഈ നെഹ്റുവിന്റെ നയത്തെക്കുറിച്ച്. നെഹ്റു 1961 ജൂൺ 27 അയച്ച നെഹ്റൂസ് ലെറ്റർ ടു CM, ആ കത്ത് എന്നുള്ളത് വസ്തുതയാണ്. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് മോദി ഇന്ന് പാർലമെന്റിൽ വായിച്ചിരിക്കുന്നത്. നെഹ്റുവിന് സംവരണത്തെക്കുറിച്ച് നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അത് ഒരു വ്യക്തിയുടെ നിലപാട് എന്നുള്ള നിലയിൽ നെഹ്റുവിന് പല കാര്യങ്ങളിലും പല നിലപാടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നോക്കൂ, ഇപ്പോൾ OBC കാർഡാണല്ലോ കോൺഗ്രസ് കളിക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ നെഹ്റു സർക്കാരിന്റെ കാലത്താണ് 1ാം പിന്നാക്ക കമ്മീഷൻ വരുന്നത്. അവരുടെ റെക്കമെൻഡേഷൻ അംഗീകരിച്ചോ അന്നത്തെ കോൺഗ്രസ് സർക്കാർ? ഇല്ല, കോൺഗ്രസ് സർക്കാർ അംഗീകരിച്ചില്ല. അതിനുശേഷം പിന്നീട് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഈ പറഞ്ഞ RSS പിന്തുണയ്ക്കുന്ന ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ജനസംഘം കൂടി ഭാഗമായി വന്ന ജനതാ സർക്കാരിന്റെ കാലത്താണ് മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചത്. അത് കഴിഞ്ഞ് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് എഗെയിൻ ഇന്ദിരാഗാന്ധിക്ക്, ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്കാണ്. അവിടെ ഫ്രീസറിൽ വെച്ചു. പിന്നെ അത് നടപ്പാക്കുന്നത് അടുത്ത കോൺഗ്രസ് ഇതര സർക്കാർ വരുമ്പോഴാണ്, VP സിംഗിന്റെ സർക്കാർ വരുമ്പോഴാണ്. അതിനെയും ഈ അന്ന് BJP ആണ്, ആ BJP പിന്തുണച്ചിരുന്നു. അപ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും OBC വിഭാഗങ്ങൾക്ക് അവരുടെ ഷെയർ അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം എപ്പോഴാണോ കിട്ടിയത് അത് കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ്. ആ ചരിത്രം നരേന്ദ്രമോദിക്ക് ഞാനൊരു OBC ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. OBC-കളെ കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയാം. OBC വോട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജ് ചങ്ക് എന്നിരിക്കെ കോൺഗ്രസ് അതിൽ പോയി ടാപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ കാര്യം എടുത്തിടുന്നത്. എത്രയോ OBC നേതാക്കളും OBC പാർട്ടികളും BJP-ക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ അഭിലാഷ്, ഇവിടെ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ വസ്തുതാപരമായിട്ട് ചില പിശകുകളുണ്ട്. കാരണം 1991 VP സിംഗിന്റെ മന്ത്രിസഭ ഇവിടെ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി. അന്ന് മണ്ഡൽ പൊളിറ്റിക്സുമായി VP സിംഗ് മുന്നോട്ട് വന്നപ്പോഴാണ് BJP കമണ്ഡൽ പൊളിറ്റിക്സുമായി ആ സർക്കാരിനെ പിന്തുണ പിൻവലിച്ച് തള്ളി താഴെയിട്ടത്. നിങ്ങൾ മണ്ഡൽ രാഷ്ട്രീയത്തിനും മണ്ഡൽ ശുപാർശകൾക്കും OBC സംവരണത്തിനുമൊക്കെ BJP അനുകൂലമാണ് എന്ന് അങ്ങനെ പറഞ്ഞു പോകരുത്. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മണ്ഡൽ പൊളിറ്റിക്സിന്റെ ബദലായിട്ടാണ് അന്ന് BJP ഒരു അപ്പർ കാസ്റ്റ് പാർട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ്, എന്നൊക്കെ ഇന്ത്യ കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴാണ് ഈ OBC റിസർവേഷൻ എന്ന് പറയുന്നത് സാധ്യമാവുകയോ അതല്ലെങ്കിൽ ഒരു പദ്ധതി ആവുകയോ ചെയ്തതെന്നാണ്. കോൺഗ്രസിന്റെ കാലത്ത് OBC റിസർവേഷൻ ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായ വസ്തുതയാണ്. 1ാം പിന്നാക്ക കമ്മീഷണർ റിപ്പോർട്ട് നെഹ്റു സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തത്. 2ാം കമ്മീഷനാണ് BP മണ്ഡലിന്റെ കമ്മീഷൻ. ആ കമ്മീഷൻ വന്നത് ജനതാ പാർട്ടി സർക്കാരിന്റെ സമയത്ത്. ആ കമ്മീഷണർ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് VP സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത്. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ചരിത്ര വസ്തുതയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയില്ല. അതാണ് സത്യം.
അല്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഭരണഘടനാ അസംബ്ലിയിൽ ബഹുഭൂരിഭാഗവും കോൺഗ്രസ്സുകാരായിരുന്നല്ലോ. ഒറ്റ ഹിന്ദു മഹാസഭക്കാരനോ RSSകാരനോ ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ നാമമാത്രം എന്ന് പറയാവുന്ന വിധത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് സംവരണം ഭരണഘടന വിരുദ്ധമാക്കിയില്ല? ഇവിടെ സംവരണം എന്നൊരു ആശയത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ടൊരു ഭരണഘടനയും ഒരു രാജ്യവും സ്ഥാപിച്ചൊരു പാർട്ടിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് സാമാന്യവൽക്കരിച്ച് ഇപ്പോഴത്തെ ഈ കുപ്രചരണങ്ങളെ വെള്ളപൂശുന്നത് ശരിയല്ല. കോൺഗ്രസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഇവിടുത്തെ SC ST OBCക്കും ഒക്കെ പ്രത്യേക അവകാശങ്ങളും സംവരണവും ഏർപ്പാടാക്കാൻ മുന്നോട്ട് വന്നൊരു ഭരണഘടന ഇവിടെ സംസ്ഥാപിതമാക്കിയൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ നോക്കി നിങ്ങൾ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. പിന്നെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം. ആ അഭിപ്രായത്തിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങൾ പരിശോധിക്കണം. അത് OBC വിരുദ്ധനായതുകൊണ്ടോ SC ST വിരുദ്ധനായതുകൊണ്ടോ അല്ല, അല്ലെങ്കിൽ മനുസ്മൃതിയുടെ ആരാധകനായതുകൊണ്ടോ അല്ല. അതൊക്കെ വിശാലമായൊരു കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആളുകൾ നടത്തുന്ന റേഷണലിസ്റ്റായ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി പറയുന്ന അഭിപ്രായങ്ങളാണ്. അതിനൊന്നും നിങ്ങൾ സാമാന്യവൽക്കരിച്ച് മുന്നോട്ട് പോകരുത്. ഞാൻ ജനാധിപത്യവും മതേതരത്വവും എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഈ സാമുദായിക സംവരണത്തെ കുറിച്ച് പറഞ്ഞത്, ഇഫ് വി ഗോ ഇൻ ഫോർ റിസർവേഷൻ ഓൺ കമ്മ്യൂണൽ ആൻഡ് കാസ്റ്റ് ബേസിസ് വി സ്വാം ദ ബ്രൈറ്റ് ആൻഡ് ഏബിൾ പീപ്പിൾ ആൻഡ് റിമെയിൻ സെക്കൻഡ് റേറ്റ് ആൻഡ് തേർഡ് റേറ്റ്. അതായത് ബ്യൂറോക്രസിയിൽ സംവരണം നടപ്പാക്കിയാൽ അത് തേർഡ് റേറ്റും സെക്കൻഡ് റേറ്റും ഒക്കെ ആയി മാറും. നമ്മൾ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിലേക്ക് അത് നയിക്കും എന്നുള്ളതായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാട്. അല്ല, അത് മെറിറ്റുമായി ബന്ധപ്പെട്ടൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ ഇന്നത്തെ ഒരു അർത്ഥത്തിലേക്ക് അതിനെ വലിച്ചിടേണ്ട കാര്യമില്ല. കാരണം നെഹ്റു ഇതേപോലെയുള്ള വലിയ വലിയ അഭിപ്രായങ്ങൾ ആ കാലത്ത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് എന്നാൽ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി കാലഹരണപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ BJPക്കാരുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് ഗോൾവൾക്കറും ബഞ്ച് ഓഫ് തോട്ടിലും വി ഓർ അവർ നാഷൻ ഡിഫൈൻസിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് വൈദ്യ മുതൽ മോഹൻ ഭഗവത്ത് വരെയുള്ളവർക്ക് വിഴുങ്ങേണ്ടി വന്ന പല ആശയങ്ങളും അതിലുണ്ട്. അത്രമാത്രം ഡിവിസീവായിരുന്നു. ആ ആശയങ്ങളെ താലോലിക്കുന്ന, അതിനാനുപാതികമായി ചുവടുകൾ വെക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിനെയാണ് നരേന്ദ്രമോദി നയിക്കുന്നത്. അവരാണ് കോൺഗ്രസിനെ നോക്കി കാലഹരണപ്പെട്ടവരെന്ന് വിളിക്കുന്നത്. ഉദ്ദേശം വളരെ കൃത്യമാണ്. ഈ രാജ്യത്തെ ശിലായുഗത്തിലേക്ക് നയിക്കാനുള്ള സന്നദ്ധതയാണ് നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നത്. ഷിബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഈ നെഹ്റുവിന്റെ കത്ത് വായിച്ചിട്ട് കോൺഗ്രസ് സംവരണത്തിനെതിരായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സംവരണത്തിന് അനുകൂലമായിരുന്നോ? ഇപ്പോൾ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുത്തു, ഈ സോഷ്യലിസ്റ്റുകളെ നിങ്ങളുടെ സഖ്യകക്ഷിയാക്കി മാറ്റുകയും ചെയ്തു. നിതീഷ് കുമാറിനെ, ഒരു പാർട്ടിയെ നോക്കൂ. കർപ്പൂരി താക്കൂറിന്റെ സർക്കാർ ബീഹാറിൽ സംവരണം നടപ്പാക്കിയപ്പോൾ വലിച്ചു താഴെയിട്ട് അന്ന് കർപ്പൂരി താക്കൂറിനെതിരെ BJP മുഴക്കി, അന്നത്തെ BJP മുഴക്കിയ, ജനസംഘം മുഴക്കിയ മുദ്രാവാക്യം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ നൌഷാദ് അലി ശരിയായി സൂചിപ്പിച്ചതുപോലെ VP സിംഗിന്റെ നിങ്ങൾ പിന്തുണച്ച സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയപ്പോൾ എന്തായിരുന്നു BJPയുടെ പ്രതികരണം? അന്നത്തെ നേതാക്കളുടെ പ്രസംഗങ്ങൾ തുടങ്ങി അന്നത്തെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നിങ്ങളുടെ പിന്തുണയായിരുന്നു. പിന്നീട് അർജുൻ സിംഗിന്റെ കാലത്ത്, അർജുൻ സിംഗ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% OBC സംവരണം നടപ്പാവുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പ്രക്ഷോഭത്തിന്റെ ഈ നട്ടെല്ല് അത് യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാണ് പ്രക്ഷോഭം നടത്തിയതെങ്കിലും നിങ്ങളായിരുന്നു. അപ്പോൾ സംവരണം ഞങ്ങൾ അനുകൂലിച്ചതും കോൺഗ്രസ് എതിർത്തതുമാണ് എന്ന് പറയരുത്. നിങ്ങളുടെ രാഷ്ട്രീയ ആരംഭം മുതൽ തന്നെ ഒരു അപ്പർ കാസ്റ്റ് പാർട്ടി ആയിരുന്നു. ഒരിക്കലും അല്ല, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. തോന്നലല്ല, സത്യമാണ്. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാം. അതിന് സത്യമല്ല, ആ യാഥാർത്ഥ്യമല്ല. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നൗഷദ് അലിയോട് ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് താങ്കൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത്? നൗഷദ് അലി, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, നൗഷദ് അലിയോടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. താങ്കൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത്? മണ്ടത്തരം വിളിച്ചു പറയില്ല സാർ. നിങ്ങൾക്ക് എതിർക്കാം, നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം പറയാം, പക്ഷേ ശുദ്ധ വങ്കത്തരം പറയരുത്. ഗോൾവാൾക്കർ ഫെഡറൽ സിസ്റ്റത്തിനെതിരായിരുന്നു എന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞത്. ഗോൾവാൾക്കർ ഫെഡറൽ സിസ്റ്റത്തിനെതിരായിരുന്നു അല്ലയോ എന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഫെഡറൽ സംവിധാനത്തിനെതിരായി നിന്നുകൊണ്ട് കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടപ്പോൾ അന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിടരുത്, അത് ഇന്നത്തെ
ഭാരത രാഷ്ട്രത്തിന്, ഇന്നത്തെ ഫെഡറൽ സമ്പ്രദായത്തിന് അതെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി അഭിപ്രായം പറഞ്ഞ ആളാണ് ശ്രീ ഗുരുജി ഗോൾവാൾക്കർ. താങ്കൾ അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുക. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഗുരുജി ഗോൾവാൾക്കർ റിസർവേഷനെതിരായിരുന്നു. താങ്കൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ റിസർവേഷനെതിരായിരുന്നു എന്ന്? നിങ്ങളെ ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും എഴുതിയ പുസ്തകം വെച്ച് സംസാരിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, ഈ സ്ഥാനത്തും അസ്ഥാനത്തും RSSും ഗോൾവാൾക്കറിനെ ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നമുക്ക് 1947 മുതൽ ഈ 2024 വരെയുള്ള കോൺഗ്രസിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞ BR അംബേദ്കർ, ആ BR അംബേദ്കർ ആണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സൃഷ്ടി. എന്തേ നിങ്ങൾ BR അംബേദ്കർക്ക് ഒരു ഭാരതരത്നം കൊടുത്തില്ല? നിങ്ങൾ 1955 നെഹ്റുവിന് കൊടുത്തു, നിങ്ങൾ 1971 ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു, നിങ്ങളെന്നുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന് കൊടുത്തില്ല, നിങ്ങളെന്നുകൊണ്ട് BR അംബേദ്കറിന് കൊടുത്തില്ല. എന്തിനാ കൂടുതൽ നമ്മൾ തപ്പി ലോകം മുഴുവനും പോകുന്നത്? ഇനി ഇവിടെ നേരത്തെ അഭിലാഷ് മോഹൻ ഒരു കത്തിൻ്റെ കാര്യം പറഞ്ഞു. 1947 ഒക്ടോബർ മാസം 15-ാം തീയതി. ഇന്ന് ഇത് രാജ്യസഭയിൽ വായിച്ചിട്ടുള്ള കത്താണ്. അതുകൊണ്ട് ആ കത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതായത് സ്വാതന്ത്ര്യം നേടി 3 മാസം കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു എല്ലാ സംസ്ഥാനങ്ങൾക്കും, എല്ലാ പ്രൊവിൻഷ്യലായിട്ടുള്ള ആ ലീഡേഴ്സിനും അയച്ച കത്താണ്. ആ കത്തിൽ വളരെ കൃത്യമായി ഡെമോക്രസിയെക്കുറിച്ച്, റിസർവേഷനെക്കുറിച്ച്, സിറ്റിസൺഷിപ്പിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് കമ്പയർ ചെയ്തിട്ടുള്ള മാധവ ഖോൽസ എന്ന് പറയുന്ന ആളുടെ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് അതെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. അതിലെന്താ പറയുന്നത്? ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, more particularly in service. I am strongly against anything which inefficiency and second rate standard എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതേ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ജൂൺ മാസം 27, 1961 ജൂൺ മാസം 27 വരെ നെഹ്റുവിൻ്റെ ഈ സ്റ്റാൻഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നെഹ്റു അതേ സ്റ്റാൻഡിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പോയത്. അതുകൊണ്ടാണ് 370-ാം വകുപ്പ് കൊടുത്തത്. 370-ാം വകുപ്പ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 370-ാം വകുപ്പ് കൊടുക്കുമ്പോൾ കാശ്മീരിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ റിസർവേഷനും അവരുടെ ആനുകൂല്യവുമാണ് ഭരണഘടനാപരമായി തകർക്കപ്പെട്ടത്. കോൺഗ്രസിന് അതിനകത്തൊരു വേദനയുണ്ടായിരുന്നില്ല. കോൺഗ്രസിന് വേണമെങ്കിൽ അത് മാറ്റാമായിരുന്നു. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ എത്രയോ നേതാക്കന്മാർ, എൻ്റെ ഒരു നേതാവിൻ്റെ കുടുംബം മാത്രം 60 വർഷം ഇന്ത്യ ഭരിച്ചു. എവിടെ പോയി? പട്ടേലിൻ്റെ മകൾ മണിബൻ ഡൽഹിയിൽ ഭിക്ഷയാചിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. കോൺഗ്രസ് ഉണ്ടായിരുന്നില്ലല്ലോ കാണാൻ. കോൺഗ്രസ് ഉണ്ടായിരുന്നോ? നെഹ്റുവിൻ്റെ നഗരം പാലിച്ച നരസിംഹറാവുവിനെ പാർട്ടി ഓഫീസിൽ കയറ്റിയില്ല ഭൗതിക ശരീരം. പട്ടേലിൻ്റെ ഭൗതിക ശരീരം കാണാൻ പോയ അന്നത്തെ ജീവനക്കാർക്ക്, ആ ജീവനക്കാരോട് എങ്ങനെയാണ് നെഹ്റു പെരുമാറിയതെന്ന് പട്ടേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഇവിടെ പല ആളുകൾ സൂചിപ്പിച്ചു അമിതമായ വിശ്വാസമുണ്ടോ. ഒരമിത വിശ്വാസവും, ഞാനൊന്ന് തീർത്തോട്ടെ പ്ലീസ്, ഒരമിത വിശ്വാസവും BJPക്ക് ഇല്ല. പക്ഷേ ഇന്നത്തെ ചർച്ച എന്താ? ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് 400 സീറ്റ്, 370 സീറ്റ് BJP, 30 സീറ്റ് ബാക്കി എല്ലാവരും, അങ്ങനെ 400 കിട്ടും എന്നതാണ് ചർച്ച. ഇങ്ങനെ ചർച്ച വരാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ ചർച്ച എന്താ? ഭൂരിപക്ഷം കിട്ടുമോ എന്നാ ചർച്ച. ആ ചർച്ച ഞങ്ങൾ മാറ്റി 400 കടക്കും എന്ന ആത്മവിശ്വാസത്തിൻ്റെ ശബ്ദമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്നത്. അത് അമിത ആത്മവിശ്വാസമല്ല, അത് അമിത വിശ്വാസവുമല്ല, അത് ക്രിയേറ്റിവിറ്റിയുടെ, ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഞങ്ങൾക്ക് കിട്ടുമെന്ന ഉത്തമ വിശ്വാസത്തിന്റെ വാക്കുകളും ശബ്ദവുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും സർദാർ പട്ടേലിന് ഭാരതരത്നം കൊടുത്തത് നരസിംഹറാവുവിന്റെ കോൺഗ്രസ് സർക്കാരാണ്. ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ തടസ്സപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. തൊട്ടടുത്ത വർഷം അതെ, അത് അനൗൺസ് ചെയ്തത് ആരാന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ശരി, എന്തായാലും 91-92 കാലയളവിലാണ് പട്ടേലിന് ഭാരതരത്നം കൊടുക്കുന്നത്. അതെന്തായാലും BJP അധികാരത്തിലില്ലല്ലോ. ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണല്ലോ. നെൽസൺ മണ്ടേലയ്ക്ക് വരെ ശേഷമാണ്. ഓക്കെ, ഇവിടെ ഡോക്ടർ ഗോപകുമാർ, ഇവിടെ നമ്മളിപ്പോ OBC വോട്ട് ഒരു പ്രധാനപ്പെട്ട
ഘടകമാകുമെന്ന് 2-3 മാസം മുമ്പ് വിചാരിച്ചിരുന്നു. കാരണം ജാതി സെൻസസിനെ ഒരു പ്രധാനപ്പെട്ട പോൾ നറേറ്റീവായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. അത് അദ്ദേഹം പ്രചരണത്തിന് തെരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം BJP സ്വീകരിച്ച നടപടികൾ നമുക്കറിയാം. ഈ ജാതി സെൻസസിന്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ നിതീഷ് കുമാറിനെ അവര് സത്യത്തിൽ അവരുടെ ബീഹാർ ഘടകത്തിന്റെ എതിർപ്പ് പോലും അവഗണിച്ച് വീണ്ടും NDAയിലേക്ക് കൊണ്ടുവരുന്നു, സഹകരിപ്പിക്കുന്നു, ഇന്ത്യ മുന്നണിയെ പൊളിക്കുന്നു, കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുന്നു, OBC പൊളിറ്റിക്സ് അവർ വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇവിടെ ഞങ്ങളാണ് OBCയുടെ ചാമ്പ്യന്മാർ, കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്നൊരു നറേറ്റീവിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞ ജാതി സെൻസസ് അല്ലെങ്കിൽ ഒരു രണ്ടാം മണ്ഡൽ കളിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം അമ്പേ പരാജയപ്പെട്ടു പോയോ, അതോ അത് കൃത്യമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ശരിക്കും ഒരു രണ്ടാം മണ്ഡലിൻ്റെ ഒരു രാഷ്ട്രീയം പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ അന്ന് ജാതി സംവരണത്തിനെക്കുറിച്ച് കാസ്റ്റ് സെൻസസ് എടുക്കണമെന്ന് വ്യക്തമായിട്ട് അഭിപ്രായപ്പെട്ടത്. വളരെ പെട്ടെന്നാണ് ആ ഫോക്കസ് അങ്ങ് മാറിയത്. അതിന് നിതീഷ് കുമാറിനെ അപ്രോപ്രിയേറ്റ് ചെയ്തു, അത് ഇദ്ദേഹം ഇപ്പുറത്ത് വന്നു. അതുമാത്രമല്ല, BJPക്ക് അറിയാവുന്നൊരു ഘടകം, ഈ OBC പൊളിറ്റിക്സ് കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് BJPയുടെ ശക്തിയെ ദുർബലപ്പെടുത്തും. മറ്റൊന്നുമല്ല, ഹിന്ദു വോട്ടുകൾ ചിതറുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അത് തടയാൻ അന്ന് തീർച്ചയായിട്ടും അയോധ്യ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴാ സാഹചര്യത്തിൽ നിന്ന് മാറി, രാജ്യം മാറുന്ന ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിമാരു സ്റ്റേറ്റുകളെന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തലമുറകൾ മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജാതി രാഷ്ട്രീയം മാത്രം കളിച്ച് ജയിക്കാവുന്നൊരു പൊളിറ്റിക്സിലല്ല ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ BJPക്ക് അറിയാം, OBC പൊളിറ്റിക്സ് വന്നാൽ അവർക്ക് ദോഷം ചെയ്യും. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒന്ന് ആഗോളീകരണവുമായി ബന്ധപ്പെടുത്തിയ സാമ്പത്തിക വളർച്ച, അത് കൊണ്ടുവന്ന എക്കണോമിക് ഗ്രോത്ത്, രാജ്യത്തിനുണ്ടായ വ്യത്യാസം, അത് പുതിയ തലമുറ അത് സ്വീകരിക്കുമ്പോൾ അവിടെ പ്രൈവറ്റ് കമ്പനിയിൽ എവിടെയാണ് റിസർവേഷൻ വന്നിരിക്കുന്നത്, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ക്ഷേമ പദ്ധതികൾ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇത്ര കോടി ആൾക്കാർക്ക് ദാരിദ്ര്യരേഖയിൽ നിന്ന് മാറി കഴിഞ്ഞ 10 വർഷം. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ആ പൊളിറ്റിക്കൽ എക്കോണമി ഡിസ്കഷനിലേക്ക് വന്നു കാസ്റ്റിന് പകരം. ഇത്തവണ പക്ഷേ ബജറ്റിൽ നോക്കൂ, ഒരു പോപ്പുലിസ്റ്റ് അനൗൺസ്മെന്റും ഇല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് PM കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങളൊരു പോപ്പുലിസ്റ്റ് ആയ ഒരു കാര്യം കൊടുക്കേണ്ട പോലും കാര്യമില്ല. അതിന്റെ ഫോക്കസ് കാരണം ഡെവലപ്മെന്റിന്റെ നേച്ചർ മാറി, വികസനത്തിന്റെ ഫോക്കസ് മാറി. വികസനത്തിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ എക്കണോമിക് റിഫോംസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോർപ്പറേറ്റ് ലെഡ് എക്കണോമിക് ഗ്രോത്ത് വന്നപ്പോൾ മിഡിൽ ക്ലാസിന്റെ എണ്ണം വളരെ ശക്തമായി. അതേസമയം ഏറ്റവും ദാരിദ്ര്യരേഖയ്ക്ക് താമസിക്കുന്നവർക്ക്, ജീവിക്കുന്നവർക്ക് അവർക്ക് കൊടുക്കാവുന്ന വെൽഫെയർ പ്രോഗ്രാംസ് കൂട്ടിയതേ ഉള്ളൂ. അത് ഈ ഇലക്ഷൻ ബഡ്ജറ്റ് വന്നില്ലാന്നേ ഉള്ളൂ, അത് വന്നില്ലാന്നേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അയോധ്യയുടെ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അതും കംപ്ലീറ്റായി. ഈ 3 ഫോക്കസ്, ഈ 3 ഫാക്ടേഴ്സാണ് BJPയുടെ ഈ വിജയരഹസ്യം എന്ന് പറയുന്നത്. അതിപ്പോൾ രഹസ്യമല്ലാതായി മാറി. എക്കണോമിക് ഫാക്ടറിൽ കോർപ്പറേറ്റ് ലെഡ് എക്കണോമിക് ഗ്രോത്ത് മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ കൊണ്ടുവന്ന, നരസിംഹറാവു ഇരുന്നപ്പോൾ കൊണ്ടുവന്നത് ഏറ്റവും ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കാലഘട്ടമാണിത്. 2, ക്ഷേമ പദ്ധതികൾക്ക് കൊടുത്ത ഊന്നൽ. 3, രാമക്ഷേത്രം ഇപ്പോൾ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന, അത് കൊണ്ടുവരുന്ന ഒരു സെൻസേഷണലിസം ഉണ്ടല്ലോ. ആ സെൻസേഷണലിസത്തിന് OBC പൊളിറ്റിക്സ് ഇല്ല. ആ OBCയുടെ പ്രസക്തി പോയി. അതിന് മുമ്പ് കർപ്പൂരി താക്കൂറിന് അവാർഡ് കൊടുക്കുന്നു, ഭാരതരത്നം കൊടുക്കുന്നു, നിതീഷ് കുമാർ തന്നെ ഇങ്ങ് പോരുന്നു. പിന്നെ എവിടെയാ ചർച്ച വരുന്നത്? പറഞ്ഞു തീർക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ബിമാരു സ്റ്റേറ്റുകൾ നമ്മൾ ആക്ഷേപിച്ചിരുന്നത്, ഇന്ന് അവർ പറയുന്നത് ഞങ്ങൾ ബിമാരു എന്ന് വിളിക്കരുതെന്നാണ്. കാരണം സത്യമാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ 30 കൊല്ലം മുമ്പുള്ളൊരു വളർച്ചയല്ല, വലിയ വ്യത്യാസവും പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ കാണാതെ വെറുതെ കാസ്റ്റിലേക്ക് പോകണ്ട നമ്മൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എക്കണോമിക് ഫാക്ടറാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇനിയും 3-4 മാസം അകലെയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. 2004 ഇലക്ഷൻ ഓർമ്മയുണ്ടല്ലോ. അന്ന് 39 അഭിപ്രായ സർവേകളാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിന് തുടർഭരണം പ്രവചിച്ചത്. അതിനല്ലാതെയുള്ള ഒരു സാധ്യത ആരും, ഒരു രാഷ്ട്രീയ പണ്ഡിതനും എവിടെയും ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം നടന്ന കാര്യം നമുക്കറിയാം. വാജ്പേയിയുടെ മണ്ഡലത്തിൽ തന്നെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നു. സാരിക്ക് വേണ്ടി ആളുകൾ അടികൂടി, അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്ന അവസ്ഥ. ഇതാണോ ഇന്ത്യ ഷൈനിങ് എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ട്വിസ്റ്റുകളും ടേണുകളുമുള്ള ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് വളരെ ഈസിയാണ് എന്ന് കരുതാം എന്നുള്ളതിനപ്പുറത്തുള്ളൊരു വിജയം BJP ഉറപ്പിക്കേണ്ടതുണ്ടോ? കാരണം നമുക്കറിയാം, ഈ രാമക്ഷേത്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഏറ്റവും സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയതിനു ശേഷം പിന്നെ അത് നമുക്കറിയാം, സ്വാഭാവികമായി എന്ത് വികാരവും പിന്നെ അങ്ങനെ ഒരു പ്ലേറ്റോ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രാമക്ഷേത്രം എന്ന ഒറ്റ കാര്യം 400 സീറ്റിന്റെ കോൺഫിഡൻസ് യഥാർത്ഥത്തിൽ BJPക്ക് നൽകേണ്ടതുണ്ടോ?
ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കളോടാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ കോള് കട്ടായി എന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ നൗഷാദ് അലി, ഇവിടെ ഇപ്പോൾ BJP എതിരിടാൻ ഒരു മുന്നണിയായി നിൽക്കുക എന്നുള്ളത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6-7 മാസമായി വലിയ ചർച്ചകളിൽ ഒക്കെ ഉരുത്തിരിഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷെ അത് സാധ്യമാകാതെ പോകുന്നു. രാഹുൽ ഗാന്ധി ഈ സമയത്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ചെല്ലുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മുന്നണി എന്നുള്ള നിലയിൽ യാതൊരു തരത്തിലുള്ള ഗുണവും അതുവഴി കിട്ടുന്നില്ല. മമതാ ബാനർജി ഞാൻ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴും കോൺഗ്രസ് മമതയെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആരുമായിട്ടും സീറ്റ് ഷെയർ ചെയ്യില്ല എന്ന് മമത വ്യക്തമാക്കിയിട്ടുണ്ട്. നിതീഷ് കുമാർ പോയ കാര്യം നമ്മൾ ഇതിനോടകം ഇവിടെ സൂചിപ്പിച്ചു. ഇന്നലെയാണ് യഥാർത്ഥ NCP BJPക്കൊപ്പമുള്ള NCP ആണ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്നലെ വന്നത്. അപ്പോൾ ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. എത്ര ശ്രമിച്ചാലും BJP എന്നുള്ളത് അവർ സാധ്യമായ എല്ലാ വഴികളും നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളെ എടുത്തിട്ടായാലും ചില മാസ്റ്റർ സ്ട്രോക്കുകൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ. അഭിലാഷേ, താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ അതിനു മുമ്പായിട്ട് ഈ BJP സർക്കാർ ഇവിടെ മുന്നോട്ട് വെക്കുന്ന അവരുടെ വിജയരഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, അത് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യ മാത്രമാണ്. ഇവിടെ ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2016 വരെ നമ്മുടെ GDP അളന്നിരുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് അനാലിസിസ് വഴിയായിരുന്നു. ലോകത്തെ എല്ലാ സാമ്പത്തിക ശക്തികളും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കൃത്രിമമായിട്ട് GDP ഉയർന്നു എന്ന് കാണിക്കാൻ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെ ദാരിദ്ര്യം ലഘൂകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ 10 സ്റ്റാൻഡേർഡുകളുടെ കൂടെ മാതൃ ആരോഗ്യവും ബാങ്ക് അക്കൗണ്ടുകളും ചേർത്തപ്പോൾ സ്വാഭാവികമായിട്ട് ദാരിദ്ര്യം കുറഞ്ഞൊരു കണക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഇവിടുത്തെ SBIയും LIC ഒക്കെ തോന്നിയ വിലക്ക് അതിൻ്റെ ഷെയറുകൾ അദാനിക്ക് വിറ്റഴിക്കും. അദാനി അതിനൊരു പ്രതിഫലം SBIക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതേ അദാനി ഒരു ലോണിന് വേണ്ടി SBIയെ സമീപിക്കുമ്പോൾ ആ പണം മുഴുവൻ അദാനിക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അദാനി അത് BJPക്ക് താല്പര്യമുള്ള പദ്ധതികളിലൊക്കെ നിക്ഷേപിക്കും. അങ്ങനെ ഇവിടെ നിക്ഷേപം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പൂർവികരെ പടുത്തുയർത്തിയ മഹാരത്ന, പഞ്ചരത്ന, നവരത്ന കമ്പനികൾ മുഴുവനായിട്ട് ഒരു PSUവിനെ പോലും അവശേഷിപ്പിക്കാതെ വിറ്റ് തൊലച്ച് വിത്തെടുത്ത് കുത്തിത്തിന്ന് ഞങ്ങളിതാ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു, വികസനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇതിൻ്റെ ഗതികേടുമൊക്കെ ഈ പാതാളക്കുഴിയോളം താന്നിരിക്കുന്നു. നിങ്ങൾ UN അംഗീകാരമുള്ള മുഴുവൻ പഠന സൂചികകളിലും ഇന്ത്യ എന്നത് ബംഗ്ലാദേശിനും നേപ്പാളിനും പാകിസ്ഥാനിനും ഒക്കെ താഴെയോ ഒപ്പമോ നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ്. ഇവിടുത്തെ അയൽ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ എടുത്താൽ നേപ്പാൾ മുതൽ മാലിദ്വീപ് തൊട്ട് ശ്രീലങ്ക വരെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലല്ല. ഇത്തരത്തിൽ എല്ലാ തലത്തിലും ഈ രാജ്യം വളരെ പ്രതിലോമകരമായ ചുറ്റുപാടുകളിൽ പരുങ്ങി നീങ്ങുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് വലിയ കോറസ് മുഴക്കുന്നു, ഇതിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു, അവരെ രാജ്യദ്രോഹികളാക്കുന്നു, അവരെ അകത്തിടുന്നു. അത്തരത്തിലൊരു അതോറിറ്റേറിയനിസമാണ് ഈ രാജ്യം ഇന്ന് ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇന്ത്യ മുന്നണിയെ പറ്റി പറഞ്ഞല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളെ നിങ്ങൾ നോക്കൂ. ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തെ മുഴുവൻ ED വട്ടമിട്ട് നിൽക്കുകയാണ്. ഇവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുഖ്യമന്ത്രിയെ ED ജയിലിലടച്ചു കഴിഞ്ഞു. ഇവിടെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇന്ന് EDയുടെ വലയത്തിലാണ്. എവിടെയൊക്കെ ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷികൾ, ഘടകകക്ഷികളുണ്ടോ അവരെയൊക്കെ ഇത്തരത്തിൽ ED, CBI, ഇൻകം ടാക്സ് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉരുക്കുമുഷ്ടിയിൽ ചവിട്ടി മെതിച്ച് അധികാരവും സീറ്റുകളും നേടാമെന്ന് സ്വപ്നം കണ്ട് BJP നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വർഗീയ ധ്രുവീകരണത്തിലും നെഗറ്റീവ് ഹീറോയിസത്തിലുമൊക്കെ മതിമറന്ന ആളുകളുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യും. നമുക്ക് കാണാം, ഈ രാജ്യം നശിച്ചു പോകണമെന്നാണെങ്കിൽ BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ വോട്ട് ചെയ്ത ആളുകൾ വിജയിപ്പിക്കട്ടെ. അത് ഈ രാജ്യത്തിന്റെ വലിയ ഗതികേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ചതിക്കുഴികൾ അവസാനിക്കുന്ന ദിവസം ഇവരുടെ ഈ പൊള്ളത്തരങ്ങളൊക്കെ അനാവൃതമാകുന്ന ഒരു കാലം വരുമ്പോൾ ജനങ്ങൾ തിരിച്ചു ചിന്തിച്ചു തുടങ്ങും. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പൂർവാധികം പഴയ ശോഭയോടുകൂടി മിന്നിത്തിളങ്ങുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വലിയ പ്രത്യാശയാണ് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സോഷ്യലിസത്തിലും രാഷ്ട്രീയ സത്യസന്ധതയിലുമുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ശരി.
അവിടെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ജനാധിപത്യം അതിജീവിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തിന്റെ നേതാക്കളെ വേട്ടയാടുന്നതിനെ കുറിച്ച്, പ്രതിപക്ഷത്തിന്റെ നേതാക്കളെ ജയിലിൽ അടക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചത്. താങ്കൾ കേട്ടല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല പ്രതിപക്ഷത്തിന്റെ നേതാക്കളെ വേട്ടയാടുകയും പ്രതിപക്ഷത്തിന്റെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ജയിലിൽ അടച്ച കാലത്തിന് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? 77 മാർച്ച് 22 രാത്രിയിൽ ഇന്ദിരാഗാന്ധി അവരുടെ വസതിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഡൽഹി നഗരത്തിലെ എല്ലാ പടക്കക്കടകളും ചരിത്രത്തിലാദ്യമായി പുലർച്ചെ വരെ തുറന്നിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പടക്കങ്ങൾ ജനങ്ങൾ രാവിലെ വരെ പടക്കം വാങ്ങിച്ചുകൊണ്ട് പോയി പൊട്ടിക്കുകയായിരുന്നു. ആ രാത്രിയെക്കുറിച്ച് ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും ലോൺലി ആയ, ഏറ്റവും ഏകാന്തത നിറഞ്ഞ രാത്രിയെക്കുറിച്ച് പലരും അടുത്തറിയാവുന്ന ആളുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് ഇന്ത്യയാണ്. അതേന്ന് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വാസ്തവത്തിൽ തയ്യാറാകാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധം നടത്തിയതാരാ? ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉപയോഗിച്ചത് കോൺഗ്രസ് അല്ലേ? എത്ര സംസ്ഥാനങ്ങളെയാണ് കോൺഗ്രസ് പിരിച്ചുവിട്ടത്? ഈ കേരളം അടക്കമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളെ, എത്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടവരാണ് ഈ കോൺഗ്രസ്? ഇനി ജനാധിപത്യത്തെ മുഴുവൻ തകർത്ത്, കോടതിയെ ഇല്ലായ്മ ചെയ്ത്, പത്രസ്വാതന്ത്ര്യം തകർത്ത്, സർവ്വമേഖലയിലും ഏകാധിപത്യം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസ്സാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യവാദികളാണ്. ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യമെന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമെന്ന്? ഇവർക്ക് അവകാശമില്ലാത്തവരാണ് ഇവർ ജനാധിപത്യത്തിൻ്റെ. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഞങ്ങൾ മതേതരത്വം കൊണ്ടുവന്നു, ഞങ്ങൾ ജാതീയത കൊണ്ടുവന്നില്ല, ഞങ്ങൾ മതേതരത്വം കൊണ്ടുവന്നു. മൻമോഹൻ സിംഗിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. എന്താ വാക്യം എന്നറിയോ? ഭാരതത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും ആദ്യത്തെ അവകാശികൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. എന്തടിസ്ഥാനത്തിലാണ് മതേതരത്വം പറയുന്നവർ ഈ വാക്കുപയോഗിക്കുക? ഇത് മതേതരത്വമാണോ മതമാണോ? എന്നിട്ടാണ് ഇവരിപ്പം മതേതരത്വം പറയുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് രാംമനോഹർ ലോഹ്യ പറഞ്ഞത് ഗാന്ധി എന്ന് പറയുന്നത് സ്വപ്നമാണ്, നെഹ്റു എന്ന് പറയുന്നത് അഭിലാഷമാണ്, ചന്ദ്രബോസ് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. സ്വപ്നം ഇന്നും എപ്പോഴാണോ ആ സ്വപ്നം പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. അതേസമയത്ത് അഭിലാഷം അത് മുരടിച്ചു പോയി, പ്രവൃത്തി മുഴുവനാകാതെ കിടക്കുന്നു. ഗാന്ധിജിയുടെ സ്വപ്നവും സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രവൃത്തിയുമാണ് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ ഇവരെന്താ പറയുന്നത്? ഇവർ പറയുന്നത് മുഴുവൻ ഘടകവിരുദ്ധമല്ലേ? ഇപ്പോൾ പറയുന്നത് എന്താ? ബാങ്കിൽ അദാനി കൊണ്ടിട്ടു, അദാനി ബാങ്കിൽ നിന്ന് അദാനി എടുത്തു. എൻ്റെ പൊന്നു ചങ്ങാതി, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ പണം ബാങ്കിൽ വന്നപ്പോൾ ആ ബാങ്കിൽ നിന്ന് കോടികളെടുത്ത്, നിങ്ങളുടെ അന്നത്തെ ധനമന്ത്രിയുടെ സഹായത്തോടെ കോടികളെടുത്ത് നാട് വിട്ടത് മുഴുവനും ആരുടെ കാലഘട്ടത്തിലാണ്? കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ചിദംബരം ഫിനാൻസ് മിനിസ്ട്രിയിൽ ഇരിക്കുമ്പോഴാണ് ചിദംബരത്തിൻ്റെ അനുവാദത്തോടെ കോടികൾ ബാങ്കിൽ നിന്നെടുത്ത് നാട് വിട്ടത്. ഭാരതീയ ജനതാ പാർട്ടി 10 വർഷം ഭാരതം ഭരിക്കുമ്പോൾ ബാങ്ക് മുന്നേറുകയാ. ബാങ്കിൽ കിട്ടാക്കടം കുറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പത്ര അഭിലാഷിനെ എതിർക്കാൻ പറ്റില്ല. മാതൃഭൂമിയിലെ വാർത്ത, കിട്ടാക്കടം 10 വർഷത്തെ കാലഘട്ടത്തിലെ കിട്ടാക്കടം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. കള്ളന്മാർ കട്ടോണ്ട് പോയ ഒരു കാലമായിരുന്നു കോൺഗ്രസിൻ്റെ. 10 നായ പൈസ കക്കാതെ ഒരു അഴിമതിയും നടത്താതെ നടത്തുന്ന ഭരണമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, കാത്തു നിന്ന് സമയം കളയണ്ട. നൗഷദ് അലി, സ്വപ്നം നിങ്ങളൊരു പുതിയ താരോദയത്തിനൊന്നും കാത്തു നിൽക്കണ്ട. നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൗഷദ് അലി ഇങ്ങോട്ട് പോരെ. കള്ളന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ കണ്ടപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോവുക, നാട് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നൗഷദ് അലി സമയം കളയണ്ട, BJP-യിലേക്ക് പോരട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസിന്റെ അതിജീവന സാധ്യതകളെ താങ്കൾ എത്രമാത്രമാണ് കാണുന്നത്? ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കോൺഗ്രസ് അതിന്റെ മുതിർന്ന നേതാക്കളോടൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമൽനാഥിനും അശോക് ഗെഹ്ലോട്ടിനും ഭൂപേഷ് ബാഗേലിനും സിംഗ് ദിയോയ്ക്കും അതുപോലെയുള്ള ഓരോ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട
റോൾ വഹിക്കുന്ന നേതാക്കൾക്ക് അവരുടെ സ്വന്തം സീറ്റെങ്കിലും, അവരുടെ സീറ്റോ തൊട്ടടുത്ത സീറ്റോ എങ്കിലും ജയിപ്പിക്കാൻ കഴിഞ്ഞേക്കും. നമുക്കറിയാം ഈ സ്റ്റേറ്റുകളിലൊന്നും കോൺഗ്രസിന് സീറ്റേ ഇല്ല. ആകപ്പാടെ മധ്യപ്രദേശിൽ ചിന്ദ്വാരയിൽ കമൽനാഥിന്റെ മകന്റെ ഒരു സീറ്റ് ഒഴിച്ചാൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ ക്രൈസിസിലാണ് കോൺഗ്രസ്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് കേൾക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്വന്തം നിലയ്ക്ക് സീറ്റ് ജയിക്കാൻ കെൽപ്പുള്ള ആളുകളെ ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുക എന്നുള്ളതായിരിക്കും നിശ്ചയമായും ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. ഒന്ന്. രണ്ടാമത്തേത്, കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിശിതമായി എതിർ നിൽക്കുന്ന നേതാക്കൾ ശരത് പവാർ, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ, ബംഗാളിൽ മമതാ ബാനർജി, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, ഇവിടെ നിന്നൊക്കെ പരമാവധി BJP വിരുദ്ധത കത്തിച്ച് പരമാവധി സീറ്റുകൾ സമാഹരിച്ചാൽ ഈ പറഞ്ഞ 400, 370 തുടങ്ങിയ ആ പറയുന്ന കണക്കുകൾക്കൊക്കെ അപ്പുറത്ത് വേണമെങ്കിൽ BJP 250 പിടിക്കാൻ പറ്റില്ലേ? അഭിലാഷ്, തീർച്ചയായും കോൺഗ്രസ് പാർട്ടി അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ഏതാനും ചില സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. ദക്ഷിണേന്ത്യയിലെ കേരളം, ദക്ഷിണേന്ത്യയിലെ തന്നെ കർണാടകം, അതുപോലെ തെലുങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ ചുരുങ്ങുന്നു. മധ്യഭാരതത്തിൽ പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ ശക്തി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും പൊതു തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വളരെ വലിയ മാർജിനൽ BJP ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ നമ്മൾ കോൺഗ്രസിന് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങളിൽ ഇവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് ഷെയർ തമ്മിൽ വളരെ വലിയ അന്തരമൊന്നും തന്നെ ഇല്ല. മധ്യപ്രദേശിൽ 10% വ്യത്യാസമുണ്ട്, രാജസ്ഥാനിൽ 2% വ്യത്യാസമുണ്ട്, ലേറ്റസ്റ്റ് കണക്കാണ്. ഛത്തീസ്ഗഡിൽ ചെറിയ ഒരു വ്യത്യാസമാണുള്ളത്. ഈ ഒരു വോട്ട് ഷെയർ മറികടക്കാൻ തക്ക സഖ്യങ്ങൾ ഉണ്ടാവുകയും അവിടെ ഒന്നും വലിയ പ്രാദേശിക കക്ഷികളില്ല എന്നത് വാസ്തവമാണ്. അങ്ങനെ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ നഷ്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ്. ഓർക്കുക, 200ഓളം സീറ്റുകളിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും നേരിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ചത്. അതിൽ കേവലം 15 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. അതുകൊണ്ട് ആസ് എ തം റൂൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ കോൺഗ്രസിന് അതിൽ നിന്നും മെച്ചപ്പെടാനേ സാധിക്കൂ. അപ്പോൾ BJP കാട്ടുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? 303 സീറ്റാണ് ആകെ BJPക്ക് ലോക്സഭയിൽ ലഭിച്ചത്. 547 അംഗ സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 273 സീറ്റാണ്. അതിൽ നിന്ന് ഒരു 30 സീറ്റ് കൂടുതലായി BJPക്ക് മാത്രമായി ലഭിച്ചു. അങ്ങനെ വരുമ്പോൾ ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ ചെറിയ തിരിച്ചടി ഉണ്ടാവുകയും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും അതുപോലെ രാഷ്ട്രീയ ലോക്ദളും എല്ലാം ചേർന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് BJPക്ക് ചെറിയ വെല്ലുവിളിയെങ്കിലും ഉയർത്തിയാൽ തീർച്ചയായും BJP തന്നെയാണ് ഉത്തർപ്രദേശിലെ 1ാം നമ്പർ പാർട്ടി. 80 സീറ്റുകൾ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശിൽ രാമക്ഷേത്രത്തിന്റെ പ്രയോജനം കൂടി എടുക്കാൻ BJPക്ക് തീർച്ചയായിട്ടും കഴിയും. എന്നിരുന്നാലും പ്രതിപക്ഷങ്ങൾക്ക് നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാറിനോടുള്ള ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ പ്രയോജനപ്പെടുന്നത് രാഷ്ട്രീയ ജനതാദളിനാണ്. ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും പാർട്ടിക്കാണ്. കോൺഗ്രസിന് അവിടെയും ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടാം. അപ്പൊ ഇവിടെ മമതാ ബാനർജിയുമായിട്ട് സീറ്റ് ഷെയറിംഗിൽ ഒരു നല്ല ധാരണയിലെത്താൻ കഴിയുകയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനങ്ങളിലെ ബേസ്, അതിലൊന്ന് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ YS രാജശേഖർ റെഡ്ഡിയുടെ മകൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരൻ YS ഷാർമിളയെ നിർത്തി ആന്ധ്രാപ്രദേശ്, മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ആന്ധ്രാപ്രദേശ് ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെ ഏതാനും സീറ്റുകൾ നേടി വരികയും ചെയ്താൽ കോൺഗ്രസിന് ഇപ്പോൾ ആയിരിക്കുന്ന ഒരു അന്തരാള അവസ്ഥയിൽ നിന്നും ചെറിയ മോചനം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 370 സീറ്റിനെ മറികടക്കാനോ അല്ലെങ്കിൽ 370നെ ഒഴിവാക്കാനോ സാധിച്ചേക്കാം. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 303ലേക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചേക്കാം എന്നത് മാത്രമാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിലായി ഇന്ത്യ മുന്നണിക്ക് ഒരു കോയലീഷൻ ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ അതിന് ഇപ്പോഴും കൊഹീഷൻ വന്നിട്ടില്ല. അപ്പം അത് വരാതിരിക്കുന്നതിൻ്റെ കാരണം ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒരുപക്ഷെ ഭൂരിപക്ഷത്തിന് കുറവ് വന്നാൽ NDA മുന്നണിയിലേക്ക് ചേക്കേറാൻ സാധിക്കും. അവിടെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയമില്ല. പക്ഷെ എത്ര സീറ്റ് കുറയ്ക്കാൻ കഴിയും, അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തെ തടയാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എനിക്കൊരു ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഡോക്ടർ ഗോപകുമാർ, ഇവിടെ ഇപ്പോൾ ഈ 400 സീറ്റിന്റെ ടാർഗറ്റ് ഒക്കെ പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും സൗത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. തെലങ്കാനയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ എസ്റ്റിമേറ്റുകൾ അനുസരിച്ച് കോൺഗ്രസ് ആണ് പോൾ പൊസിഷനിൽ. അവിടെ BRS വീക്കെൻഡ് ചെയ്യുകയാണ്. കോൺഗ്രസിന് ലോക്സഭയിലും മികച്ച സാധ്യതയുണ്ട്. കർണാടക
ഫൈറ്റിംഗ് ചാൻസ് ആണ്. രണ്ട് കൂട്ടർക്കും ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള സംസ്ഥാനമാണ്. പക്ഷേ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകാം. എങ്കിൽ പോലും കോൺഗ്രസിന്റെ സംഘടനാ മിഷണറിയും DK ശിവകുമാറും ഒക്കെ വെച്ച് കോൺഗ്രസിന് ഫൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ ആന്ധ്രയിൽ YS ശർമ്മയുടെ നേതൃത്വത്തിൽ സംഘടന കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ YSR കോൺഗ്രസ് കുറച്ച് വീക്കൻ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി ഉണ്ട്. ഈ ഹിന്ദി ബെൽറ്റിൽ BJP ഇതിനോടകം തന്നെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് ഇത്തവണ കിട്ടാൻ ബംഗാളിൽ 19 സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. ബീഹാറിലും കഴിഞ്ഞ തവണ 39-1 എന്നുള്ളതായിരുന്നു അവസ്ഥ. അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 370 എന്നുള്ള ടാർഗറ്റിനപ്പുറത്ത് ഇന്ത്യ മുന്നണിക്ക് കുറെ കൂടി ഒരു ഫൈറ്റിംഗ് ചാൻസ്. ഞാൻ ജയിക്കുമെന്നല്ല പറയുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ ഈ പറഞ്ഞ 40-ലേക്കൊക്കെ ഒതുങ്ങാതെ നമ്പർ കൂടാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? നമ്പറുകൾ കോൺഗ്രസ്സിന് കൂടുന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് സീറ്റുകൾ കൂടും, അതിന് തർക്കമില്ല. അഭിലാഷ് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർണാടകയിൽ BJP അവിടെ പോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജനതാദളിൽ എസിൻ്റെ സഹായം കൂടി ഉള്ളതുകൊണ്ട് ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ സീറ്റിനടുത്ത് കർണാടകയിൽ തന്നെ കിട്ടും. അപ്പം അസംബ്ലിയിൽ കിട്ടിയ പോലെ അല്ല പാർലമെൻറ്റ്. 2019 അങ്ങനെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും കർണാടക ഇതിനൊരു എക്സെപ്ഷനാണ്. ബാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറഞ്ഞ മോറാർലെസ് കറക്റ്റാണ്. പിന്നെ ബംഗാളിലെ കാര്യവും എടുത്തു പറയാം. കാരണം ബംഗാളിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോളറൈസ് ചെയ്യുന്നത് മമത വേഴ്സസ് BJP എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മുഴുവൻ സീറ്റൊന്നും മമതയ്ക്ക് കിട്ടില്ല. അപ്പോൾ 19 സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ പ്രധാനമായും ഇടതുപക്ഷത്തിനെയാണ് മമത ഭയക്കുന്നത്, കോൺഗ്രസിനെ അല്ല. ഇപ്പോൾ കോൺഗ്രസുമായിട്ട് ഒരു അലയൻസിന് തയ്യാറല്ല, വേണമെങ്കിൽ 2 സീറ്റ് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ സാഹചര്യത്തിൽ BJPക്ക് വലിയ പരിക്കൊന്നും പശ്ചിമ ബംഗാളിൽ ഏൽക്കില്ല. മറിച്ച് നേട്ടമുണ്ടാകാൻ പോകുന്നത് ബിജു ജനതാദളുമായിട്ട് ഒഡീഷയിലും മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും ശിവസേനയിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പാർട്ടിയാണെന്നുള്ള ക്ലെയിം NCPക്കും വന്ന സ്ഥിതിക്ക് അവിടെ അവർക്ക് നഷ്ടമുണ്ടാകുന്നില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ സാച്ചുറേഷൻ ആണെങ്കിൽ പോലും അത് അവർക്കൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ 370 കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പോളറൈസേഷൻ വന്നാൽ അത് സംഭവിക്കുന്നെങ്കിൽ ആസ് ഓഫ് നൗ ഇന്നാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ 380 താഴെ വരത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ്. അതാണ് മാക്സിമം 380, ഇൻക്ലൂഡിങ് NDA മൊത്തം അലയൻസിനാണ് ഞാൻ പറയുന്നത്. അത് അതിൻ്റെ ഹയസ്റ്റ് എസ്റ്റിമേറ്റിലാണ് പറയുന്നത്. 370-400 ഒന്നും എത്തത്തില്ല. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക്, കാരണം നൗഷാദ് അലി, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്പർ ഒന്നും പറയണ്ട, എവിടെ എങ്ങനെ എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാളിൻ്റെയും ബീഹാറിൻ്റെ ഒക്കെ കഥ നമ്മൾ ഉദ്ദേശിച്ചത് മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ ഈ 3 സംസ്ഥാനങ്ങൾ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളാകുമെന്നും അവിടെ BJPക്ക് കുത്തനെ ഇടിവുണ്ടാവുമെന്നൊക്കെയാണ്. മമത തഴഞ്ഞു, നിതീഷ് പോയി. ഇവിടെ മഹാരാഷ്ട്രയിലെ 2 കക്ഷികളും യഥാർത്ഥ കക്ഷികൾ അപ്പുറത്തുള്ളവരാണ് എന്ന നിലയെ നേരിടുന്നു. അപ്പോൾ ഈ പറഞ്ഞ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളുടെ അവസ്ഥ ഇതാണ്. അഭിലാഷ്, ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ BJPക്ക് 100% സീറ്റ് കിട്ടിയാണ്. ഡൽഹി, ഹിമാചൽ തൊട്ട് ഗുജറാത്ത്, പിന്നെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ 100% വിജയം അവർ നേടിയതാണ്. ഇവിടെ BJPയുടെ ശ്രീ ഗോപകുമാർ സാറൊക്കെ പറഞ്ഞ വരെ അവർ ഒപ്റ്റിമം ലെവലിലാണ്. 62 സീറ്റാണ് UPയിൽ BJPക്ക്, 3 സീറ്റ് അവരുടെ ഘടകകക്ഷിക്കും ഉണ്ട്. ഇങ്ങനെ പരമാവധി സീറ്റ് നിലയിൽ BJP എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനകത്ത് ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു സഖ്യമുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ BJP വിരുദ്ധ ചേരിയുടെ നില ഭദ്രമാക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. കർണാടകയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ BJP നിലവിൽ 28-ൽ 26 സീറ്റ് BJPക്കുണ്ട്. അവിടെ BJP ഇത്തവണ മത്സരിക്കുന്നത് പോലും 23 സീറ്റിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 5 സീറ്റ് JDSന് കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെ 3 സീറ്റിൻ്റെ കുറവ് അവിടെ വരുന്നുണ്ട് മത്സരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ. പിന്നീട് ജയിച്ചു വരുന്ന കാര്യം രണ്ടാമതാണ് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ തെലങ്കാനയിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയം ഉണ്ടായില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 3 സീറ്റാണ് അവിടെ ലഭിച്ചത്. അതൊരു 2 അക്കത്തിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടി ഉള്ളത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ 40 സീറ്റിൻ്റെ അടുത്തുണ്ട് എന്നാണ് എൻ്റെ ധാരണ. അവിടെ 2-3 സീറ്റ് മാത്രമേ NCP കോൺഗ്രസ് സഖ്യത്തിന് നിലവിലുള്ളൂ. കോൺഗ്രസിന് അവിടെ സീറ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എങ്ങനെയായാലും ഉദ്ധവ് താക്കറെയും ഇവിടെ ശരത് പവാറിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സും കോൺഗ്രസ് പാർട്ടിയും കൂടി ചേരുമ്പോൾ അവിടെ ഒരു മുന്നേറ്റമല്ലാതെ ഇനി അങ്ങോട്ട് പിറകോട്ട് പോകാനില്ല അവിടെ എന്നുള്ളതാണ്. മാത്രമല്ല ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സീറ്റാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. RJD വട്ടപൂജ്യമാണ്. RJD ഒരു 2 അക്കത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം നിലവിൽ ബീഹാറിലുണ്ട്. അങ്ങനെ വരുമ്പോഴും അവിടെ BJP വിരുദ്ധ ചേരി ക്ഷീണിക്കും. ഇവിടെ BJP വിരുദ്ധ ചേരി തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റം അത്തരത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യം
കുറയാനൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. അവിടെയാണ് ഈ ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ അന്തരീക്ഷം, ഒരു ബിബ്ലിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവല്ലേ, ഇനി 2-3 മാസം ഉണ്ടല്ലോ. വളരെ നന്ദി ശ്രീ നൗഷാദ് അലി, ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ഗോപകുമാർ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.